എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാട കൊണ്ടൊരു കാട ബജ്ജിയാണ്. ഇതാരും അധികം ചെയ്യാത്തൊരു ഐറ്റമാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ കടലമാവ്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 갑자기 내게 나타나준 너, 난 아무 말도 할 수가 없었지. 첫눈에 반한다는 이야기가 널 보는 순간 이해가 됐어. 매번 야야야야야 불러 널 야야야야 내 맘을 고백하려고 타이밍만 보는 나. 그런 나를 넌 보며 왜 그러냐고 묻네. 너 때문에 I'm going crazy. I'm going crazy. 무뎌져 버린 내 가슴이 뛰어. I'm going crazy. Yeah. 시간은 계속 흘러만. നമ്മളിപ്പോൾ ഇതേ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് റെഡിയാക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് കടലമാവ് മിക്സ് ചെയ്യുക. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. നമുക്കിനി കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇളക്കണം, നല്ലപോലെ ഇളക്കണം. ഇത് മിക്സ് ചെയ്യണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് മുക്കി പൊരിച്ചെടുക്കാം. നമ്മളിപ്പോൾ തീ കത്തിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഒന്ന് ചൂടാവേണ്ടതുണ്ട്. ചെയ്ത് വെച്ചിരിക്കുന്ന മുക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് തീയിലോട്ട് സൂക്ഷിച്ചിടണം. കൈയൊക്കെ പൊള്ളാതെ ഇടണം. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ചെയ്തൊക്കെ നോക്കണം. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം.
കാട ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ നീരൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിക്കേണ്ടതുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാട ബജി എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം, അടിപൊളി, കൊള്ളാം. ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഇതൊരു വെറൈറ്റിയാണ്, ഇതുവരെ ആരും ചെയ്യാത്തൊരു കാട ബജിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.